ഗംഗയുടെ വെഡിങ് റിസപ്ഷന് പോയ ഒരു വ്ളോഗ് കണ്ടാലോ. വെളുപ്പിന് 5 മണിക്ക് ഇറങ്ങിയോണ്ട് ഒരു 9 മണിയായപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് എത്തി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി നമ്മുടെ ലഞ്ചും കൂടി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ലാക്മി അക്കാഡമിയിൽ കോസ്മെറ്റോളജി മേക്കപ്പും പഠിക്കുന്ന കുറച്ച് സ്റ്റുഡൻസ് ആയിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്ത് ഒന്ന് സുന്ദരിമണിയാക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് ദേവൻ, അടുത്ത് നിൽക്കണ അനു, അതിന്റെ അപ്പുറത്ത് നിൽക്കുന്നത് ആർച്ച ആൻഡ് നമുക്ക് മേക്കപ്പ് ചെയ്യുന്ന ദേവികയാണ്. കിലോസ്ക്ക് വൈബുള്ള പിള്ളേരും അടിപൊളി വർക്കും ആണ്. മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ മുകളിൽ പോയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതും അവർ തന്നെയാട്ടോ എടുത്തു തന്നു. കുഞ്ഞിനെയും അവർ നല്ലോണം ഹാൻഡിൽ ചെയ്തു. ഞങ്ങൾക്ക് അതുകൊണ്ട് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. അവരോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് നേരെ നമ്മൾ പോയത് രാജ് കൺവെൻഷൻ സെന്ററിലാണ്. ഞങ്ങൾ അവിടെ എത്തിയതും ഗംഗയുടെയും വിഷ്ണുവിന്റെ എൻട്രി ആയിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ എൻട്രി ആയിരുന്നു. അതും കണ്ടിരുന്നപ്പോഴേക്കും നമ്മുടെ അസ്വി ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിനോട് കുറച്ചു നേരം വർത്താനം പറഞ്ഞൊക്കെ ഇരുന്നപ്പോഴേക്കും ശരണ്യ വന്നു. ശരണ്യനെ ഞാൻ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അസ്വി ചേച്ചിനെ ഒഴികെ ഒരുമിക്ക ആൾക്കാരെ ഞാൻ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അത് ഞങ്ങൾ നേരെ സ്റ്റേജിൽ കയറി ഫോട്ടോ ഒക്കെ എടുക്കുക, അവരൊന്ന് വിഷ് ചെയ്യാന്ന് വെച്ചാൽ നല്ല സുന്ദരിയായിരുന്നു കേട്ടോ ഗംഗേനെ കാണാനായിട്ട്. താഴത്ത് ഇറങ്ങിയപ്പോൾ കാർത്തികേട്ടനും വർഷയും ഉണ്ടായിരുന്നു. അങ്ങനെ അവരോട് കുറച്ചു നേരം സൊറയൊക്കെ പറഞ്ഞു തന്നിട്ട് നേരെ ഭക്ഷണം കഴിക്കാൻ പോയി. കാരണം അന്ന് തന്നെ ഞങ്ങൾക്ക് തിരിച്ചു പോകണമായിരുന്നു. പിറ്റേ ദിവസം കിച്ചാമൻ ഓഫീസിൽ പോകണമല്ലോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ നിന്നപ്പോഴേക്കും നെറിനെയും അതുപോലെ തന്നെ കല്യാൺ ചേച്ചിനെയും അൻവറിനെ കണ്ടു. അങ്ങനെ അവരോടും കുറച്ചു നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് പിന്നെയും കുറെ ക്രിയേറ്റേഴ്സിനെ കണ്ട് ഗംഗക്ക് ടാറ്റോ എടുത്ത് തിരിച്ചു പോന്നു.